കൊല്ലം കടക്കൽ ക്ഷേത്രോത്സവത്തിൽ വിപ്ലവഗാനം പാടിയ വിവാദം കെട്ടടങ്ങുന്നില്ല. ഇന്നിപ്പോൾ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റിന് ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ്. ഉപദേശക സമിതി പ്രസിഡന്റായ CPIM ബ്രാഞ്ച് സെക്രട്ടറിക്കാണ് ഹൈക്കോടതിയുടെ നോട്ടീസ്. പരിപാടിയിൽ പാർട്ടി പതാക പ്രദർശിപ്പിച്ചത് എങ്ങനെയെന്ന് പരിശോധിക്കണമെന്നും കോടതി ചോദിക്കുന്നു. ചലച്ചിത്ര ഗാനങ്ങൾ പാടുന്ന ക്ഷേത്ര ഗാനമേളകളിൽ ഏതെല്ലാം പാട്ടുകൾ പാടാം? ഗാനമേളയുടെ ശ്രോതാക്കൾ ആവശ്യപ്പെടുന്ന പാട്ട് പാടുന്നതിൽ തെറ്റുണ്ടോ? ആദ്യം ഹൈക്കോടതി പറഞ്ഞത് കണ്ടുവരാം. 59 സെക്കൻഡിൽ RDX റാപ്പ്. ഇക്കഴിഞ്ഞ മാർച്ച് 10 കൊല്ലം കടക്കൽ ദേവീക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവത്തിനോടനുബന്ധിച്ച ഗാനമേളയ്ക്കിടെയായിരുന്നു വിപ്ലവഗാനം ആലപിച്ചത്. ഗായകൻ അലോഷ് യാദവ് പുഷ്പനെ അറിയാമോ, ലാൽ സലാം എന്നീ 2 ഗാനങ്ങളാണ് പാടിയത്. പാട്ടിനൊപ്പം CPIM ചിഹ്നങ്ങളും DYFI പതാകകളും പ്രദർശിപ്പിച്ചിരുന്നു. ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ സംഭവം വിവാദമായി. കോൺഗ്രസും BJPയും ക്ഷേത്ര ഓഡിറ്റോറിയത്തിലെ വിപ്ലവ ഗാനാലാപനത്തിനെതിരെ രംഗത്ത് വന്നു. കാണികളുടെ അഭ്യർത്ഥനയെ തുടർന്നാണ് വിപ്ലവഗാനം പാടിയതെന്ന് അലോഷ് യാദവ് പ്രതികരിച്ചു. സംഭവത്തിൽ ഹൈക്കോടതിയിൽ ഹർജിയുമായി യൂത്ത് കോൺഗ്രസ് നേതാവ്. ഹൈക്കോടതി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് വിശദീകരണം തേടി. ക്ഷേത്രോപദേശ സമിതിയാണ് പരിപാടി സംഘടിപ്പിച്ചതെന്ന ദേവസ്വം ബോർഡിന്റെ മറുപടി. ഇതോടെ CPIM ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായ ക്ഷേത്രോപദേശ സമിതി പ്രസിഡന്റിനെ കക്ഷി ചേർക്കാൻ കോടതി നിർദ്ദേശിച്ചു. വിപ്ലവഗാനത്തിന്റെ ദൃശ്യങ്ങളടക്കം പരിശോധിച്ച കോടതി ഇത്തരം പരിപാടികൾ ക്ഷേത്രത്തിൽ നടത്താൻ പാടില്ലെന്ന വിമർശനവും വാക്കാൽ ഉന്നയിച്ചിരുന്നു. RDX റാപ്പ്, ന്യൂസ് മലയാളം. നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ പരിശോധിച്ചിട്ട് വരാം. ഇതാണ് അലോഷി യാദവ്. അലോഷിയാണ് ഈ പാട്ട് പാടിയത്. അദ്ദേഹം വളരെ പരിചിതനായിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ വാദം ഇതാണ്: ഈ പാട്ട് പാടിയത് കാണികളുടെ ആവശ്യപ്രകാരമാണ് എന്നാണ് ഈ വിവാദം ഉയർന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത്. വിവാദമുണ്ടാക്കുന്നത് പരിപാടിയിൽ പങ്കെടുക്കാത്തവരാണ്. പരിപാടിയിൽ പങ്കെടുത്തവരൊക്കെ സന്തോഷത്തോടെ കേട്ടിരിക്കുകയാണ്. എൻ്റെ പാട്ട് എല്ലാവരും ആസ്വദിക്കുന്നതാണ്, എല്ലാവരും ആസ്വദിക്കുകയായിരുന്നു അന്നുമെന്നാണ് അലോഷി പറഞ്ഞത്. മെഹബൂബ്, ബാബുരാജ്, വയലാർ എന്നിവരുടെ പാട്ടുകളും അന്ന് താൻ പാടിയിരുന്നു എന്ന് അലോഷി ചൂണ്ടിക്കാണിക്കുന്നു. ഹർജി നൽകിയത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. അങ്ങനെയാണ് ഈ പാട്ട് വിവാദം ഹൈക്കോടതിയിലേക്ക് എത്തിയത്. ഹൈക്കോടതി ഉത്തരവിന് വിരുദ്ധമാണെന്ന് വിഷ്ണു സുനിൽ പന്തളം എന്ന നേതാവ്, യൂത്ത് കോൺഗ്രസ് നേതാവ് പറഞ്ഞു. ക്ഷേത്ര പരിസരം രാഷ്ട്രീയ പ്രചാരണത്തിന് വേദിയാക്കരുത് എന്ന് അദ്ദേഹം ഹർജിയിൽ പറയുന്നു. ഹർജി സ്വീകരിച്ച് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഇക്കാര്യത്തിൽ ഇടപെടുകയായിരുന്നു. വിശദീകരണം തേടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കോടതി നോട്ടീസ് അയച്ചു. നോട്ടീസിന് മറുപടി കിട്ടി. ക്ഷേത്രോപദേശ സമിതി പ്രസിഡന്റിനെ കക്ഷി ചേർത്തു. ആ ഹൈക്കോടതി കേസിൽ വിപ്ലവഗാന ആലാപനത്തിലെ ദൃശ്യങ്ങൾ കോടതി പരിശോധിച്ചു. ക്ഷേത്ര പരിസരം ഇത്തരം പരിപാടികൾക്കുള്ളതല്ല എന്ന് കോടതി പറഞ്ഞു. പണം കൂടുതലുണ്ടെങ്കിൽ അന്നദാനം നടത്തൂ എന്ന പരാമർശവും കൂടെ കോടതിയുടെ ഭാഗത്തുണ്ടായി. ഇതൊക്കെ കോളേജുകളിൽ നടത്തൂ, അല്ലാതെ അമ്പല പരിസരത്തല്ല എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് കോടതി പറഞ്ഞു. പരിപാടി നടത്തിയത് ക്ഷേത്ര ഉപദേശക സമിതിയാണ് എന്ന് പ്രതികരിച്ച് ദേവസ്വം ബോർഡ് ഒഴിഞ്ഞു. ദേവസ്വം കമ്മീഷന്റെ അനുമതി ഉണ്ടായിരുന്നില്ല എന്നുകൂടെ ദേവസ്വം ബോർഡ് പറഞ്ഞു. ദേവസ്വം വിജിലൻസ് വിഷയം അന്വേഷിക്കുമെന്നുകൂടെ അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. കോടതി വിധി ലംഘിച്ചാൽ നടപടിയുണ്ടെന്ന് ദേവസ്വം പ്രസിഡന്റും പറയുകയുണ്ടായി. ഇത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട സംഭവമാണ്. അതിൻ്റെ വിശദാംശങ്ങളൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്നതാണ്. അതായത് അമ്പലപ്പറമ്പിൽ വിപ്ലവഗാനം പാടാമോ, ഏതൊക്കെ പാട്ടുകൾ പാടാം, എങ്ങനെയാണ് കോടതി ഇടപെടുക, എന്താ തോന്നുന്നത് ഹർഷൻ? ഇതിലിപ്പോൾ ഒരു കാര്യമുണ്ട്. കുറേ കോടതിയുടെ പരാമർശങ്ങളാണ്. കോടതി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നടപടി എന്നത് നോട്ടീസ് അയച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിനപ്പുറത്ത് ബാക്കി ഈ പരാമർശങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്യണോ എന്ന് ചോദിച്ചാൽ, പരാമർശങ്ങളെല്ലാം വാർത്തയാകുന്ന സ്ഥിതി ഉള്ളതുകൊണ്ടും അതിലൊരു വിലയിരുത്തൽ ഉണ്ടാകുന്നതുകൊണ്ടും സ്വാഭാവികമായും നമുക്ക് ചർച്ച ചെയ്തേ മതിയാകൂ. അങ്ങനെ നോക്കിയാൽ ഇപ്പോൾ കേരളത്തിലെ സാഹചര്യം എന്താണ് സനീഷ്? ഏത് ക്ഷേത്രത്തിലായിക്കോട്ടെ, മോസ്കിലായിക്കോട്ടെ, ഏത് പള്ളിയിലായിക്കോട്ടെ, അവിടെയെല്ലാം എല്ലാത്തിലും രാഷ്ട്രീയമുണ്ട് എന്നുള്ള ഒരവസ്ഥ കേരളത്തിലുണ്ട്. അത് ഇന്ത്യൻ പൊതു സാഹചര്യവും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ്. വിശ്വാസവും രാഷ്ട്രീയവും ഇടകലർന്ന് കിടക്കുന്നു എന്നുള്ള സ്ഥിതിയുണ്ട്. ഇപ്പോൾ എമ്പുരാനിലൊക്കെ പറയുന്നത് പോലെ വിശ്വാസവും രാഷ്ട്രീയവും ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അത് വെടിമരുന്നിന് സമാനമാണെന്നൊക്കെ പറയുന്നത് പോലെ സമാനമായ അവസ്ഥയുണ്ട് എന്നുള്ള വിലയിരുത്തലൊക്കെ ശരിയാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ കാലങ്ങളായി ഈ ക്ഷേത്ര വളപ്പുകളിൽ നടക്കുന്ന കലാപരിപാടികളിൽ ഈ പറയുന്ന രാഷ്ട്രീയം കടന്നു വരിക എന്നുള്ളതൊരു സ്വാഭാവികമാണ്. നവോത്ഥാന കാലം മുതൽ ഈ ക്ഷേത്ര വളപ്പുകളിലൂടെ തന്നെ ഇത്തരത്തിലുള്ള കലാപരിപാടികൾ കടന്നു വന്നിട്ടുണ്ട്. എന്തിനാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയൊക്കെ പ്രചാരണ ഘട്ടത്തിൽ ക്ഷേത്രങ്ങളിൽ അവതരിപ്പിക്കുന്ന കഥകളിയിൽ പോലും രാഷ്ട്രീയം കലർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആട്ടക്കഥകൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ ചരിത്രമാണ്. അതിനപ്പുറത്ത് ഏറ്റവും പുതിയ കാലത്ത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഈ ക്ഷേത്രങ്ങളിൽ കലാപരിപാടികൾ നടക്കുമ്പോൾ നേരിട്ട് ഈ പറയുന്ന കടക്കൽ അമ്പലത്തിൽ ഈ പരിപാടി നടത്തിയിരിക്കുന്നത് ക്ഷേത്രം കമ്മിറ്റിയൊന്നുമല്ല. അത് വിവിധ സംഘടനകൾ അവിടെ നടത്തുന്ന പരിപാടിയാണ്. ഇതെനിക്ക് തോന്നുന്നത് വ്യാപാരി വ്യവസായ സമിതി നടത്തിയ ഒരു പരിപാടിയാണ്, അലോഷിയുടെ ഗാനമേള. അവിടെ കോൺഗ്രസ് അനുകൂല സംഘടനകളും ഒക്കെ അവിടെ ഉത്സവത്തോടനുബന്ധിച്ചുള്ള പരിപാടികൾ സംഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ ഈ പരിപാടിയിൽ അലോഷി പാട്ട് പാടുന്നു. അവിടെ DYFIയുടെ കൊടി ആ സമയത്ത്, അതായത് അവിടെ കാഴ്ചക്കാർ ആവശ്യപ്പെടുന്ന ഒരു പാട്ട് പാടുമ്പോൾ അവിടെ DYFIയുടെ കൊടി പിന്നിൽ വരുന്നു എന്നുള്ളതാണ്.
ഇതിന് മറ്റൊരു പശ്ചാത്തലം കൂടിയുണ്ട്. കാരണം കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ പണ്ടൊക്കെ കുരുത്തോല കെട്ടും മറ്റ് അലങ്കാരപ്പണികളൊക്കെ ഉണ്ടാകും. ഈ കാവിക്കൊടി കേരളത്തിലെ ഒരു സ്ഥിരം സാന്നിധ്യമായിരുന്നില്ല ക്ഷേത്രങ്ങളിൽ. ആ കാവിക്കൊടി കെട്ടുന്നതുമായി ബന്ധപ്പെട്ട് അത് സൂക്ഷ്മമായ ഒരു സംഘപരിവാർ ഇടപെടൽ തന്നെ ആ കാര്യത്തിലുണ്ടായിരുന്നു. നമുക്ക് ക്ഷേത്രങ്ങളിൽ ഇടപെടണം നേരിട്ട് എന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഇടപെടൽ നമുക്ക് ദർശിക്കാമായിരുന്നു. അതിന്റെ തുടർച്ചയായി കൊല്ലത്തടക്കം സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് മുമ്പ്. അത് കാരണം ഇത് രാഷ്ട്രീയമാണ് എന്നുള്ളത് അവിടെയുള്ള CPM-കാരും കോൺഗ്രസ്സുകാരും തിരിച്ചറിയുന്നുണ്ട്. അവരിതിനെ ചെറുക്കാൻ ശ്രമിക്കും. അപ്പോൾ അങ്ങനെ സംഘർഷം ഉണ്ടാവും. ഇതുപോലെ തന്നെയാണ് ഭജന. ഇപ്പോൾ പുതിയ ഒരു സംവിധാനമാണ്, ഭജന സംഘങ്ങളുണ്ട്. ഭജന സംഘങ്ങൾ ക്ഷേത്രത്തിൽ ഭജന അവതരിപ്പിക്കും. സ്വാഭാവികമായും താഴെ നിന്ന് ചില ഗണഗീതങ്ങൾ ആവശ്യപ്പെടും. RSSന്റെ ഗണഗീതങ്ങൾ ഭജനയുടെ രൂപത്തിൽ ഇങ്ങോട്ട് പാടും. ഇതൊക്കെ കേരളത്തിൽ നിൽക്കുന്ന വസ്തുതയാണ്. അതിന് ഓപ്പോസിറ്റായ ഒരു സ്വാഭാവികമായ ഒരു ചലനം ഇപ്പുറത്തുണ്ടാകും. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അലോഷിയുടെ ഗാനമേളയിൽ. ഒരു വിഷയത്തിലേക്ക് കൂടെ പോകേണ്ടതുണ്ട്. ഇതൊക്കെ അനാവശ്യ പ്രശ്നങ്ങളാണെന്ന് യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത്. അതായത് എന്തൊരു അനാവശ്യ പ്രശ്നമാണ്. കോടതി ഇങ്ങനെയുള്ള വാക്കാലുള്ള പരാമർശങ്ങളാണെങ്കിലും നടത്തിയിരുന്നില്ലെങ്കിൽ നന്നായിരുന്നേനെ എന്നാണ് സാധാരണയിൽ തോന്നുന്നത്. ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ് മക്കാ മദീനത്തിൽ എത്തുവാനല്ലാതെ തുച്ഛമീ ജന്മത്തിൻ അർത്ഥമെന്തോ എന്ന ആദാമിൻ്റെ മകൻ അബൂലെ പാട്ട്. റഫീഖ് അഹമ്മദിൻ്റെ അതിമനോഹരമുള്ള എഴുത്താണ്. ഇത് ഒരു അമ്പലപ്പറമ്പിൽ ഒരു ഗാനമേളയിൽ ആവശ്യപ്പെട്ട് പാടിയാൽ സന്തോഷത്തോടെയാണ് ഞാനത് കേട്ടിരിക്കുക. ആരെങ്കിലും ഒരാൾ ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ട്, ഇത് ഇവിടെ പാടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കോടതിയിലേക്ക് പോയാൽ അതിനെ മൃദുവായിട്ടും ആ മട്ടിലുമൊക്കെ പരിഹരിച്ചല്ലേ കൊണ്ടുപോകേണ്ടത്. കോടതി പരാമർശങ്ങൾ നടത്താൻ പാടില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ബലികുടീരങ്ങളെ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ പാട്ട്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാട്ടുകളിലൊന്നല്ല. അത് ഒരു അമ്പലപ്പറമ്പിൽ ഒരു ഗായകൻ പാടാൻ ഉദ്ദേശിച്ചാൽ നിങ്ങൾ പാടരുത് എന്ന് പറയാൻ പറ്റുമോ? ഇപ്പോൾ CIA എന്ന് പറയുന്ന ദുൽഖർ സൽമാൻ്റെ പടത്തിലൊരു പാട്ട് ഈ CPM-ൻ്റെ പൊളിറ്റിക്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അത് പാടാൻ പാടില്ല എന്നൊരു ഗായകനോട് പറയാൻ പറ്റുമോ? അങ്ങനെ ഒരു പാട്ട് പാടേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? ഒരു പാട്ട് പാടരുത് എന്ന് കോടതി എങ്ങനെയാണ് തീരുമാനിക്കുക? അപ്പോൾ ഇതിനകത്തൊക്കെ കുറച്ചുകൂടി അവധാനതയൊക്കെ കാണിച്ചിട്ട് കേസും കൂട്ടമൊക്കെ വരും. കാരണം രാഷ്ട്രീയമാണല്ലോ. അപ്പോൾ അങ്ങനെ ചർച്ചയുണ്ടാവും, മാധ്യമങ്ങളിൽ വരും, ചർച്ച നടക്കും. പക്ഷേ കോടതി വർത്തമാനം പറയുമ്പോൾ ഒരു അല്പം കൂടെ, ഞാൻ കോടതി വിമർശിക്കുകയല്ല, പക്ഷേ വയ്യ, അതായത് കോടതിക്ക് അങ്ങനെ അത് പറയേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ വിവിധ ക്ഷേത്രങ്ങൾ, ഇപ്പോൾ തമിഴ്നാട്ടിലോ മറ്റ് സംസ്ഥാനങ്ങളിലോ ഒക്കെ ക്ഷേത്രങ്ങളിൽ പോയാൽ നടക്കുന്നത്, ഇപ്പോൾ സിനിമാ പാട്ട് പാടേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ റെക്കോർഡ് ഡാൻസ്, അതിൽ ആടലുടൻ പാടൽ എന്നൊക്കെയുള്ളത് ക്ഷേത്ര പരിസരത്ത് നടക്കുന്ന പരിപാടികളാണ്. അപ്പോൾ അതുകൂടി കാണണം നമ്മൾ. അതാണ് ക്ഷേത്രവളപ്പിൽ ഉത്സവ ദിവസങ്ങളിൽ എന്ത് പരിപാടികൾ നടത്തണമെന്ന് നിശ്ചയിക്കേണ്ടത് ഭക്തരാണ്, വിശ്വാസികളാണ്. ആ കോടതി നിലപാടിനെ തെറ്റു പറയാനേ പറ്റില്ല. അത് തന്നെയാണ് RDXന്റെ നിലപാട്. പക്ഷേ ആ ഭക്തരിൽ രാഷ്ട്രീയക്കാരുണ്ടെങ്കിൽ രാഷ്ട്രീയക്കാർ കൂടെയായ ആ ഭക്തർ അവരുടെ രാഷ്ട്രീയ പരിപാടികളാണ് തങ്ങൾക്ക് ഈ ഉത്സവ പരിപാടിയോട് ചേർത്ത് നടത്താൻ ഇഷ്ടം എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ആർക്ക് അതേ തടയാനാകും എന്ന ചോദ്യം കൂടെ നമുക്ക് മുന്നിലേക്ക് ഉയർന്നു വരും. ആർക്ക് തടയാനാകുമെന്ന ചോദ്യം വന്നാൽ കോടതികൾക്ക് തടയാനാകും എന്നതാണ് നമ്മുടെ നാട്ടിലെ ശരിയായി വരുന്ന ഉത്തരം. കോടതികൾക്ക് പക്ഷേ ഇത്തരം കൂട്ടായ്മ സംഗതികൾ തടയണമെങ്കിൽ സുഘടിതമായ നീതിന്യായ രീതികളിലൂടെ തന്നെ കടന്നു പോവുകയും വേണമല്ലോ. അങ്ങനെ ഒരു വ്യവഹാരമായി ഈ വിഷയം മാറുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളും ഭക്തരുടെ കൂട്ടത്തിലുള്ള വിശ്വാസികളും അവരവരുടെ ന്യായങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാട് അപ്പോഴെടുക്കാനാകും. അതുവരെയുള്ള ഏകപക്ഷീയ പ്രസ്താവനകൾ അതിപ്പോൾ ജഡ്ജിമാരുടേതായിരുന്നാൽ പോലും അന്തിമമായ നിലപാടാവുകയില്ല എന്ന് RDX വിചാരിക്കുന്നു.